വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇന്ന് ദൃശ്യമാധ്യമങ്ങളൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്തു. അത് കാണാനിടയായതിൽ വളരെ സങ്കടം ഉണ്ട്. ആങ്ങാമൂഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള, പത്തനംതിട്ട ജില്ലയിലാണ്, അവിടെയുള്ള ഒരു സഹോദരി മായ എന്നാണ് അവരുടെ പേര്. അവരുടെ ഗർഭാശയത്തിലൊരു മുഴ ഉള്ളതായിട്ട് വെളിവായി സ്കാനിങ്ങിൽ നിന്ന്. അപ്പോൾ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കാണും. അങ്ങനെയാണല്ലോ ഇത് പരിശോധിക്കാൻ പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ മുഴ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാനായിട്ട് അവർ ഈ കോഴഞ്ചേരിയിൽ മുത്തൂറ്റിൻ്റെ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞ ആഴ്ചയാണ് അങ്ങോട്ട് ചെന്നു. അവരെ കൊണ്ടുവന്നു. അവർക്ക് സർജറി അവരെ നടത്തി. ഒരു അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നും അല്ലത്, കാരണം എളുപ്പം മാറ്റാവുന്നതാണ്. പക്ഷെ അത് നല്ല അറിയാവുന്ന ആളുകൾ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മുടെ ഈ കുടലൊക്കെ, വൻകുടലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഇത് അറിയുന്നില്ല. ഇവരുടെ ഈ കുടലിൽ മുറിവുണ്ടായി ഈ ശസ്ത്രക്രിയയിൽ. അത് ആ ശസ്ത്രക്രിയ നടത്തിയ ആളിൻ്റെ കഴിവുകേട് തന്നെയാണ്. പക്ഷേ ഇതിപ്പം ഡോക്ടർമാരിപ്പോൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മെഡിക്കൽ ബോർഡ് അങ്ങോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഒരു കോംപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ പറയും. ഏതായാലും ശരി, അവർക്ക് രണ്ടാമത് ശ്വാസം മുട്ടലായി. വളരെ ശ്വാസം മുട്ടൽ വന്നു. കാരണം അതായത് നമ്മുടെ ഈ ഹ്യൂമൻ വേസ്റ്റ്, ഈ മലമൊക്കെ ഉണ്ടല്ലോ, ഈ കുടലിൽ നിന്നുള്ളത് ആ മുറിവിലൂടെ വയറിലേക്ക് വീഴുകയാണ് അകത്ത്. അപ്പോൾ അത് ഈ രക്തത്തിലേക്ക് പോകുന്നതിന് പകരം ഈ മുറിവിലൂടെ ഇവിടോട്ട് വീഴാൻ തുടങ്ങി. അങ്ങനെ നോക്കി ഇവിടെ വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇവിടുത്തെ മുറിവ് കണ്ടുപിടിച്ചു. അതിന് രണ്ടാമത്തെ ശസ്ത്രക്രിയ, അതായത് 4-5 ദിവസത്തിനകത്താണ് അടുത്ത ശസ്ത്രക്രിയ ചെയ്തു. അവർ ഇന്ന് വെളുപ്പിനെ, അതായത് ഇന്നലെ രാത്രി ശസ്ത്രക്രിയ നടത്തി, വെളുപ്പിനെ 4:30 മണിക്ക് അവർ മരണപ്പെട്ടു. ഇത് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമല്ലേ? പക്ഷേ ഇപ്പോൾ ഇത് നമ്മളൊരു മെഡിക്കൽ ബോർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്ടർമാരുണ്ടല്ലോ, ഈ ഡോക്ടർമാർ മറ്റ് ഡോക്ടേഴ്സിനെ, അവരുടെ ആ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. നമുക്കത് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കാണും. ഓരോ കാര്യങ്ങൾക്കത് വേണ്ടതാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വേണ്ടതല്ല. ഒരാൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റാണ് എന്ന്. ഇന്നിപ്പോൾ ആ ശവശരീരം ഏറ്റുവാങ്ങാനുണ്ടല്ലോ, ബന്ധുക്കൾ തയ്യാറാകുന്നില്ല. അവർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മതി കൊണ്ടുവന്നത്, അല്ലാതെ ഇത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. ഇവരൊന്നും ചെയ്തല്ലോ. ഏതായാലും അപ്പോൾ ആ ശസ്ത്രക്രിയ നടത്തി. അപ്പം മറ്റേത് പറയാം, അത് അണുബാധ ഉണ്ടായതാണ്, അത് വീട്ടിൽ നിന്ന് അണുബാധ ഉണ്ടായത്, അവിടുത്തെ പരിസരത്തിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ വേണമെങ്കിൽ ഇത് പറയാം ഇനി. പക്ഷേ ഇതിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഈ അകത്ത് ഏതായാലും അവരവരുടെ കുടൽ മുറിച്ചു എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. ഈ കുടലിന് മുറിവുണ്ടായത് എങ്ങനെയാണ്? ഈ ആദ്യം ശസ്ത്രക്രിയ നടത്തിയ ആ ഡോക്ടറുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ വിവരക്കേടാണ്. ഇതുകൊണ്ടാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാവണം. ഈ ഡോക്ടേഴ്സ് ചിന്തിക്കേണ്ടതുണ്ടല്ലോ, നിങ്ങൾ ഇത് മനുഷ്യരെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത വേണ്ടേ? അങ്ങനൊരു ചിന്ത നമ്മൾക്ക് വേണ്ടേ? മനുഷ്യത്വം വേണ്ടേ? പലരും അതില്ലാത്തവരാണ് ഇതുപോലുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത്. വളരെ ബൊത്തപ്പാട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. യൂട്ടറസ് റിമൂവലുമായിട്ട് വരുമ്പോൾ, യൂട്ടറസ് റിമൂവ് ചെയ്ത് പോയാൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ആശുപത്രിക്കാരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വളരെ നല്ല ഹോസ്പിറ്റലുകൾ ആയിരിക്കണം, നല്ല ഡോക്ടേഴ്സ് ആയിരിക്കണം, അവിടെ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കണം, നല്ല മനസാക്ഷിയുള്ള ആളുകളുമായിരിക്കണം. ഇല്ലാത്തടത്തൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോയാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയൊന്നും പറയാനൊക്കത്തില്ലല്ലോ. ഇന്ന് രാവിലെ അതിൻ്റെ ദീർഘമായ റിപ്പോർട്ട് മാതൃഭൂമി ഞാൻ കണ്ടിരുന്നു. പക്ഷേ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുന്നുണ്ട്. തറയിൽ കിടക്കരുതെന്ന് പറയാൻ ഒക്കത്തില്ല. കട്ടിലില്ല, ഒരു കട്ടിൽ 2-3 പേരെയാണ് കിടത്തേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാക്കി സ്ഥലമില്ലാതെ വരുമ്പോൾ പിന്നെ തറയിൽ കിടക്കാതിരിക്കാൻ നോക്കും. ഇപ്പോൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞ് മറ്റു ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് റെഫറൽ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അതൊരു റെഫറൽ ഹോസ്പിറ്റലായിട്ട് മറ്റ് ആശുപത്രികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്.
നമ്മുടെ കേരളം നമ്പർ 1 അല്ലേ ആരോഗ്യരംഗത്ത്? അതാണ് ഈ കാണുന്നത്. ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. അവിടെ ഇന്ന് അതിൻ്റെ ഇതെല്ലാം കാണിച്ച് വിവരമെല്ലാം കാണിച്ചതാണ്. അവിടെ എന്തെന്നറിയോ, ആംബുലൻസ് ഒരു ഫയർഫോഴ്സിൻ്റെ അവർ അതിന് ഇത് കൊടുക്കുകയില്ല, ക്ലിയറൻസ് കൊടുക്കത്തില്ല. കാരണം ഈ ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ അതിന് മടങ്ങിപ്പോകാൻ വഴിയില്ല. ഇതാ കാര്യം. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയേക്കാണ്. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല, ന്യൂറോളജിസ്റ്റ് ഇല്ല, ആരുമില്ല. പിന്നെ എന്തിനിങ്ങനെ? പാവങ്ങളല്ലേ ഒരുപാട്. അവിടെ മലയോര കർഷകരും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവർക്കൊക്കെ കിട്ടുന്ന പരിഗണനയായത്. അവിടെ വല്ലപ്പോഴും ഒരു ഡോക്ടർ വന്നാലായി. പിന്നെ ഒരാൾ പറയുന്നത് കേട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. ആ, ശരിയാണ്. എന്തോ പഠിക്കുന്ന എവിടെയൊക്കെ പഠിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അതിലൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ സമയമില്ല. സർക്കാരിന് അതിലൊന്നും സമയമില്ല. ഇതൊക്കെയാണ് ഈ രീതിയിലാണ് പോകുന്നത്. അവർക്ക് പരസ്യം കൊടുക്കാനും ബോർഡ് വെക്കാനും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണിച്ചു നാട്ടുകാരെ കാണിച്ചു കൊടുക്കാനും ഒക്കെയാണ് ആകെ ഉള്ളത് കേട്ടോ. അതായത് ആശമാർക്ക് CITU ഒരു പെട്ട ആശമാർക്ക് ഒരു നോട്ടീസ് കൊടുത്തല്ലോ. അവർ വാട്സാപ്പിൽ സന്ദേശം എല്ലാവരും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പടം വച്ചിരിക്കണം നിർബന്ധമായിട്ട്. അവരുടെ കഴിവിനെക്കുറിച്ച് പ്രകീർത്തിക്കണം, അത് നിർബന്ധമാണ്. പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്.